അർജന്റീനയുടെ തോൽവിയിലും ഗോളി എമിനോ മാർട്ടിനസിന്റെ പ്രകടനം മികച്ചതാണ് എന്ന് എംപിമാരായ NK പ്രേമചന്ദ്രനും വി ശിവദാസനും പ്രതികരിച്ചു. മാർട്ടിനസിന്റെ മിന്നുന്ന പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ അർജന്റീന കൂടുതൽ ഗോളുകൾക്ക് പരാജയപ്പെടുമായിരുന്നു എന്നും എംപിമാർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കളികളിൽ ഒരു ഘട്ടത്തിലും അർജന്റീനയ്ക്ക് മേൽക്കൈ ലഭിക്കാതെ വന്നപ്പോൾ തന്നെ പരാജയം ഉറപ്പിച്ചിരുന്നു എന്നാണ് എംപിമാരുടെ പ്രതികരണം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ലോകകപ്പ് ഫൈനൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അർജന്റീന പരാജയപ്പെട്ടു. സ്പെയിൻ വിശ്വ ചാമ്പ്യന്മാരായി മാറുകയും ചെയ്തു. നമ്മോടൊപ്പം എംപിമാരായ NK പ്രേമേന്ദ്രനും അതോടൊപ്പം തന്നെ വി ശിവദാസനും ചേരുന്നുണ്ട്. ആദ്യം NK പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ ഒരു മത്സരം, എങ്ങനെ വിലയിരുത്തുന്നു? വളരെ നിരാശാജനകമായിട്ടുള്ള മത്സരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്റെ അഭിപ്രായത്തിൽ തികച്ചും ഏകപക്ഷീയമായ മത്സരമായിരുന്നു. ആദ്യത്തെ 90 മിനിറ്റിനുള്ളിൽ 1-2 പ്രാവശ്യം മാത്രമാണ് ഒരു പ്രത്യാക്രമണം നടത്താൻ സത്യത്തിൽ അർജന്റീനയെ കഴിഞ്ഞത്. മാത്രവുമല്ല, തകർന്നടിഞ്ഞ അർജന്റീനയാണ് സത്യത്തിൽ കാണികൾ കണ്ടത്. മുഴുവൻ സമയവും മേധാവിത്വം, ഡോമിനേഷൻ പൂർണ്ണമായും സ്പെയിൻ ആയിരുന്നു. അവർക്ക് ഫലപ്രദമായി സ്ട്രൈക്കേഴ്സ് ഉണ്ടാകാത്തതിന്റെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ 1/2 ഡസൻ ഗോളിന് അർജന്റീന തോക്കേണ്ടതാണ്. പക്ഷെ അവസാനത്തെ 10 മിനിറ്റ് നേരം, എക്സ്ട്രാ ടൈമിലെ അവസാനത്തെ 10 മിനിറ്റ് നേരം അർജന്റീന നടത്തിയ പെർഫോമൻസ് നേരത്തെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. ലിയോണൽ മെസ്സിക്ക് പോലും ഫലപ്രദമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിയാണ്. അർജന്റീനയുടെ മികച്ച കളിക്കാരെന്ന് പറയുന്ന ആർക്കും തന്നെ കളിയിൽ തിളങ്ങാനേ പറ്റിയില്ല. നിയന്ത്രണം പൂർണ്ണമായും സ്പെയിനിന്റെ കയ്യിലായി. സ്പെയിൻ ആദ്യാവസാനം കളിയെ നിയന്ത്രിച്ചു. എന്നാൽ അർജന്റീനയുടെ ഗോൾ കീപ്പർ ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഗോൾ കീപ്പർമാരിൽ ഒരാളായി അദ്ദേഹം, എണ്ണപ്പെട്ട ഗോൾ കീപ്പറായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അത് ഏതായാലും കളിയെ ഒന്ന് ആവേശഭരിതാക്കിയിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ വിരസമായ ആദ്യ പാതിയാണ് കളി നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ വളരെയേറെ ഒരു അവസാനത്തെ ഭാഗം ആവേശകരമായ ഒരു അന്തരീക്ഷവും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അർജന്റീന തങ്ങളുടെ ലോക ചാമ്പ്യന്മാരാണ് എന്ന തലത്തിലുള്ള അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള കളി കാഴ്ചവെച്ചില്ല എന്ന വിമർശനം അല്ലെങ്കിൽ ആ നിരാശ തന്നെയാണ് എംപിമാരായ ഫുട്ബോൾ പ്രേമികൾക്കുമുള്ളത്. എന്തായാലും ലോകകപ്പാണ്. 4 വർഷം കഴിയുമ്പോൾ വീണ്ടും മൈതാനം ഒന്നിക്കും. മൈതാനത്ത് ലോകരാഷ്ട്രങ്ങൾ അതിർത്തികൾ മറന്നുകൊണ്ട് ഒരു പന്തിന് പിന്നാലെ ചേക്കേറും. ആ ചേക്കേറുമ്പോൾ അർജന്റീന ശക്തരായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം സ്പെയിൻ കിരീടം നിലനിർത്തിക്കൊണ്ട് ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നും പ്രത്യാശിക്കാം. ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.